ഹലോ ഗൈസ്, നമസ്കാരമുണ്ടേ. ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കാലന്റെ ഓഫീസ് അഥവാ യമലോകം. ചെറിയ ഒരു കഥയാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആരുമായിട്ടും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കഥ. ആരും ട്രോളരുത്, കൊല്ലരുത്. എങ്ങനെയാ മരിച്ച്? അപ്പുറത്തെ രമണിയുടെ വീട്ടിൽ പോയി അവിടുത്തെ ചെറുക്ക എന്നെ തള്ളിയിട്ട് കൊന്നതാ. എന്ത് ചെയ്യാനാ? തന്റെ പേരെന്താ? എന്റെ പേര് രാവണായി. എങ്ങനെ മരിച്ച്? നഴ്സറി കുട്ടികളുടെ കൂവപ്പൊടി ഞാൻ എടുത്ത് തിന്നു. എന്നെ പച്ച വടലിന് അടിച്ചു കൊടുക്കും. എപ്പോഴും അപ്ലിമെന്റ് പറഞ്ഞേക്കണേ? അറിയത്തില്ല എപ്പോഴാണെന്ന്. എന്നാ കുറെ നേരമായി മൂക്കിൽ കുറെ അവിടെ നിന്ന് അവര് കയറ്റി വിട്ടപ്പോഴേ ഇത് ഇതിനകത്തിരിക്കുന്നു. ഇത് അസ്വസ്ഥത, എടുത്ത് കളയാം. രമണനെ സുശീലയും കാലന്റെ ഓഫീസിലോട്ട് വിളിക്കുന്നുണ്ട്. അയ്യോ, നമ്മളെയാണ് വിളിക്കുന്നത്. പിന്നെ സ്വർഗത്തിലോട്ട് പോകാന്ന് പറഞ്ഞാ പോണ. ഞാൻ എന്തായാലും സ്വർഗത്തിലായിരിക്കും. ആരെങ്കിലും പാരാച്ചിട്ട് ഇവിടെ നടക്കുന്നത് ഇതിനെ കൊണ്ട് കിടന്നാ എനിക്ക് സ്വർഗം കിട്ടൂല. ഞാൻ പോയി എന്താ കാലം വിളിക്കുന്നു. കാലൻ. ഹലോ, ഇനിയും രണ്ടുപേരോ? പറ്റില്ല, ഇവിടെ നരകം ഫുള്ളാണ്. ഒന്നാമത് ഇനി നരകത്തിൽ എങ്ങനെ ആൾക്കാരെ കൊണ്ട് ഇടുമെന്നാണ് പറയുന്നത്. ഇവിടെ എണ്ണ തീർന്നു, ഗ്യാസ് തീർന്നു, വിറകില്ലെന്ന് അറിയാമല്ലോ. അവിടെ മഴ ആയതുകൊണ്ട് ഇവിടോട്ട് വിറകില്ല, കിട്ടുന്നില്ലെന്ന് അറിയത്തില്ലേ? ഒരു 100 രൂപ ചിക്കനും കൂടെ മേടിച്ചോണ്ട് വരാൻ പറയും. പൊരിച്ച കോഴി എന്നിട്ട് കുറെ നാളായി. ചിക്കൻ ചിക്കൻ കടക്കാരൻ അത്ര ഇവിടെ കൊണ്ടുവരും. നരകത്തിൽ കൊണ്ടുവരും, സ്വർഗത്തിൽ കൊണ്ടുവരും. ഒറ്റ എണ്ണ സ്വർഗത്തിൽ പോകാനില്ല. നരകം മൊത്തം ഫുള്ള്. ഈ സ്വർഗമാണെ കാലിയായി കിടക്കുന്നത്. ഞാൻ പോയി സ്വർഗത്തിൽ കിടക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് സ്വർഗത്തിൽ നിന്ന് കുറച്ച് സ്ഥലം വാടകയ്ക്ക് എടുക്കാം. അല്ലാതെ ഈ നരകത്തിൽ കിടക്കുന്നതിനേക്ക് എങ്ങനെ കൊണ്ട് മാറ്റിയിടും? ഇനി രണ്ടുപേരെയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ തന്നെ കറുത്തുപോയി ഭഗവാനെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് എന്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. എനിക്കെല്ലാം കിട്ടിയേ പറ്റുള്ളൂ. അടുത്ത മാസം ഇവിടെ മോഡലിംഗ് ഷോ നടക്കുന്നുണ്ട്, അറിയില്ലേ? കൊച്ചുള്ളി ഇല്ല. ഇയാളെ കാരണം എനിക്ക് കുറച്ച് പൗഡറും നല്ല ലിപ്സ്റ്റിക്കും വേണം. എന്തായാലും വേണം. എന്നാ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. കാലനാണെന്നും പറഞ്ഞ് നടക്കുക. ദയവ് ചെയ്ത് ആ എരുമേനെ വിൽക്കരുത്. ശരി, രണ്ടുപേരെ കൂടെ വിട്ടിട്ടു. ഇനി നമ്മൾ എന്തൊരു ചെയ്യും? നരകം ഫുള്ളാണ്. എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും മൂലയിൽ ഉണ്ടോ എന്ന് നോക്ക്. സ്ഥലം ഉണ്ട്. ഒരുത്തന്നെ എണ്ണയിട്ട് പറക്കാം. എണ്ണയിൽ കിടക്കുന്ന രാമുവിനെ എന്ത് ചെയ്യും? അവനെടുത്ത് മാറ്റാം, പിന്നെ വളർത്താം. ഭൂമിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്ക് വയ്യതേ. അടുത്തതിനേക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ എവിടെ കൊണ്ടുപോകും? എല്ലാം നരകത്തിൽ പോകാനുള്ള സ്വർഗത്തിൽ വൃത്തിയാക്കാൻ പോയിരുന്നോ തിരിച്ചു വന്നിരിക്കുന്നു. വരുന്നവര് നല്ല ആൾക്കാരെ കണ്ട് പിടിക്കാൻ പറയാം. പോത്തിന്റെ മണ്ടയിലും എരുമേര മണ്ടയിലും കയറി ഇങ്ങനെ പിടിച്ചോണ്ട് കയറില്ല. ഞാൻ നല്ലത് ചെയ്യുന്നവർ വേണ്ടേ? ഇല്ല, ഞാൻ ഇന്ന് ഭൂമിയിലോട്ട് പോയി വേണം. 28-ാം തീയതി ബിവറേജും ബാറൊന്നുമില്ല. എനിക്ക് ഒരു കുപ്പി എടുക്കണം, 2-3 പൂവൊക്കെ. ഞാൻ എന്തായാലും പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ വേണം. ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ പോവുകയാണ്. അതിൽ ഒരെണ്ണത്തിന് ഇപ്പൊ തൽക്കാലം പിടിക്കണം. വന്നാ വന്ന്, ഇല്ലെങ്കിൽ ഇല്ല. ശരി, ഓക്കെ. സുശീല വരൂ. സുശീല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ സ്വർഗത്തിലോട്ട് എന്നെ വിടണേ. എന്താ നോക്കുന്നത്? സുശീല നോക്കട്ടെ ബയോഡേറ്റ, എന്നിട്ട് പറയാം തെറ്റ് ചെയ്തോ ഇല്ലേന്ന്. സുശീലയുടെ നാട്ടിലെ പേരെന്താ? നോക്കി സുശീല അല്ലേ? അതാ ആളുകൾ അങ്ങനെ വിളിക്കുന്നതാണ്. എമറാണി എന്നെ സ്വർഗത്തിലോട്ട് വിടണേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉറക്കെ നിർത്തണ്ടെന്ന് അവനെ നരകത്തിലിട്ട് അറിയട്ടാ. കല്യാണം മുടക്കി സുശീലയെന്നാണ് നിന്നെ ഇതിൽ മൊത്തവും കാണുന്നത്. നിന്നെ സ്വർഗത്തിൽ വിടണമെന്നോ? ഇപ്പൊ നീ തന്നെ എന്ന് പറഞ്ഞ കുശുമ്പല്ലേ?
കുശുമ്പ് പറഞ്ഞുണ്ടാക്കിയതും പോരാ. അതിലത്തെ നീ എങ്ങനെയാ മരിച്ചത്? രമണിയുടെ മോൻ എന്നെ തള്ളിയിട്ട് പഴത്തൊലിയിൽ തട്ടി ഞാൻ വീണ് മരിച്ചതാ. ആള് കൂടി ഉണ്ടല്ലോ വിചാരണയ്ക്ക്, രമണൻ. അപ്പൊ രമണനും കൂടെ വരട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വർഗം വേണോ നരകം വേണോ എന്ന് നാം തീരുമാനിക്കും. അതുവരെ അങ്ങോട്ട് മാറി നിൽക്കി. അതെ, ആ ബംഗാളി വണ്ടി ഇടിച്ച് ബംഗാളി ഇല്ലേ കമ്മലൊക്കെ വിൽക്കുന്ന അവ ഇവിടെ വന്നപ്പോ കുറച്ച് കൊണ്ട് തന്നെ. എങ്ങനെയുണ്ട്? ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ തൽക്കാലം അവിടെ ഇരുന്നു. അയാളും കൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് വിധി തീരുമാനിക്കാം. പൊക്കോ. രമണൻ വരട്ടെ. രമണൻ രമണൻ താനാണോ രമണൻ? ഞാനാണ് രമണൻ. താൻ മരിച്ചത്? പിള്ളേരെ പൂരമെടുത്ത് നിന്ന് പച്ച മടലിന് അടിച്ചു പോകും. ഹും. നീ ഏത് സ്വർഗം തരണം? നരകത്തിൽ പോകാൻ വയ്യ. കുഞ്ഞുങ്ങളുടെ സാധനം മോഷ്ടിച്ച് തിന്ന് നിന്നെ സ്വർഗത്തിൽ വിടാനും. ഇതിനെക്കാട്ടി ആ നുണച്ചി സുശീല എന്ത് നല്ലയാ. അത് നല്ലതാണ്. അതിനെ സ്വർഗത്തിൽ വിടണ്ട, നരകത്തിൽ വിട്ടാ മതി. ഞാൻ മുഖ്യവാ. നരകത്തിൽ ഇപ്പൊ സ്ഥലവും ഇല്ല. എന്ത് ചെയ്യും? സ്വർഗത്തിൽ ആരും ഇല്ലടോ അതിന് സ്വർഗത്തിൽ പോവാൻ. അപ്പൊ ഞാൻ സ്വർഗത്തിൽ പോവാം. താൻ എന്ത് നല്ലത് ചെയ്തിട്ടുണ്ട് സ്വർഗത്തിൽ പോവാൻ? ഞാൻ നല്ലതേ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാരെയും പണ്ട് വിളിക്കുകയും ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയും നല്ല കാര്യം, നല്ല കാര്യം. ഞാനൊന്ന് നന്നായിക്കോട്ടെ. ഒരു കാര്യം ചെയ്യാം. കാലം വിളിക്കാം. കാലം വരുന്നതിന് മുമ്പ് എന്നെ എത്രയും പെട്ടെന്ന് അങ്ങ് എത്തിച്ചാൽ. കാലം എത്തട്ടെ. ഒരു കാര്യം ചെയ്യാം. കാലം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കും. ആർക്ക് സ്വർഗം വേണോ ആർക്ക് നരകം വേണോ നിങ്ങൾ ആരാ ഓടിച്ചിട്ട് അടിച്ചു കൊണ്ടോണം. താൻ എങ്ങനെ അറിഞ്ഞു അത്? അത് ഞാൻ വേറെ രീതിക്ക് അറിഞ്ഞത്. ഒരു കാര്യം ചെയ്യും. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തും. ആർക്ക് സ്വർഗത്തിൽ പോകണം ആർക്ക് നരകം തീരുമാനം എത്തും. എന്നിട്ട് തീരുമാനിക്കാം ആർക്ക് സ്വർഗം വേണം ആർക്ക് നരകം വേണമെന്ന്. സുശീല, നരകത്തിൽ പോവും. നാം സ്വർഗത്തിൽ പോവാ. പറ്റൂല. നരകത്തിൽ പോയാൽ മതി. നീ നരകത്തിൽ പോകാനാണ് നല്ലത്. നീ കൊച്ചുങ്ങളെ സാധനങ്ങൾ കട്ട് തന്ന കള്ളനാണ്. ഊർഷേ, നീ എന്താ സംസാരിക്കുന്നത്? എനിക്ക് സ്വർഗത്തിൽ പോണം. നീ ഊർഷയെന്ന് വിളിച്ചാ? എന്താ ഇത്? കൊന്നയാളിനെ മരിച്ചയാളിനെ വീണ്ടും കൊന്നു. രണ്ടെണ്ണത്തിന് എടോ ഭടോ, ഈ രണ്ടെണ്ണത്തിന് ആ നരകത്തിലെ എണ്ണയിൽ കൊണ്ടിടും. കിടക്കട്ടെ അവിടെ.